നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഒരു യാത്രയിലാണ്, എന്നിരുന്നാലും ഒരു എക്സ്പ്ലനേഷൻ നൽകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ലൈവ് മാന്യ പ്രേക്ഷകർക്ക് മുൻപിൽ പറയുന്നത്. നമ്മൾക്കറിയാം, ജസ്ന സലീം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്കെതിരെ സത്യത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇന്നിപ്പോ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ശശികല ടീച്ചർ അടക്കമുള്ള ബഹുമാന്യ ശശികല ടീച്ചർ അടക്കമുള്ള ബഹുമാന്യ നമ്മുടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാർ അടക്കമുള്ള ഒരുപാട് ആളുകളൊക്കെ ഈ ജസ്ന സലീമിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും നമ്മുടെ ജാമിദ ടീച്ചറും കൂടെ ഏകദേശം ഒരു 8-10 ദിവസം മുൻപ് ജസ്ന സലീമിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. മറ്റൊന്നും കൊണ്ടുമല്ല, ഏറ്റവും കൂടുതൽ ജസ്നയ്ക്കെതിരെ അവർക്കെതിരെ ഒരുപാട് ആരോപണങ്ങളും അതല്ലെങ്കിൽ ഒരുപാട് വിമർശനങ്ങളും ഉന്നയിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ ഞാൻ ടീച്ചറുടെ വീട്ടിൽ, ജാമിദ ടീച്ചറുടെ വീട്ടിൽ പോയ സമയത്ത് ടീച്ചർ പറഞ്ഞു, എടാ ഇവിടുന്ന് ആകെ കുറച്ച് ദൂരേ ഉള്ളൂ ജസ്നയുടെ വീട്ടിലേക്ക്, നമുക്ക് ജസ്നയുടെ വീട്ടിലേക്ക് ഒന്ന് പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി പോവാം. അങ്ങനെ ജസ്നയുടെ വീട്ടിലേക്ക് ഞാനും ടീച്ചറും പോയി ചെന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്ന ചില ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ജസ്ന സലീമിന്റെ ആ ഒരു ദയനീയ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതാണ്, പെൺകുട്ടികളൊക്കെ നല്ല മേക്കപ്പ് ഒക്കെ അണിഞ്ഞുകൊണ്ട്, നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട്, നല്ല ആഢ്യത്വത്തോടു കൂടി, അതല്ലെങ്കിൽ നല്ല ധനാഢ്യായിട്ടുള്ള, പണം കൊണ്ട് എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലൊക്കെ ഇപ്പൊ ജസ്നയുടെ വേഷഭൂഷാദികളിൽ നിന്നൊക്കെ നമ്മൾക്ക് അങ്ങനെ ഊഹിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം അവര് വിഷുവിന്റെ ദിവസമായിരുന്നു, ഗുരുവായൂർ പോയിട്ട് അവരെല്ലാ വിഷുവിനും പോയിട്ട് ചിത്രം, കണ്ണന്റെ അവർ വരയ്ക്കുന്ന ചിത്രം സമർപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അതിനുവേണ്ടി പോയതും അതിനുശേഷം അവിടെ ഉണ്ടായ കോലാഹലങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ ജസ്ന അവിടെ ആരോ ഒരുക്കി ഒരു കണിയാണ്, സത്യത്തിൽ ആരോ ആ റോട്ടിൽ ഒരുക്കി വെച്ച കണിയിൽ ചെന്ന് ജസ്ന ചെന്ന് വീഴുകയായിരുന്നു. അതൊരു കെണിയായി മാറിയത് പിന്നെ നമ്മൾ കണ്ടു. കാരണം ജസ്ന ഗുരുവായൂർ കണ്ണന്റെ വിഗ്രഹം, ആ വിഗ്രഹത്തിന്റെ ആ പ്ലാസ്റ്റർ ഓഫ് പാരീസുള്ള കണി ഒരുക്കിയ അതിനൊരു ഉമ്മ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അത് അവർ വീഡിയോ എടുത്തിട്ട് അവരുടെ പ്രൊഫൈലിലൊക്കെ പ്രചരിപ്പിക്കുന്നത് കണ്ടു. അതിന് എതിരായിട്ട് ഇപ്പൊ ഗുരുവായൂർ കണ്ണന്റെ ഒരു വിഗ്രഹത്തിൽ, അതല്ലെങ്കിൽ ഉണ്ണിക്കണ്ണന്റെ ഒരു വിഗ്രഹത്തിൽ ഒരു ഉമ്മ കൊടുക്കുന്നതിന് ഇപ്പൊ അത്ര വലിയൊരു മഹാപാതകമായിട്ടൊന്നും നമ്മളാരും കാണാറില്ല. കാരണം നമ്മളൊക്കെ ഭഗവാന്റെ അത്രയും, കണ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്ത്രീകളുടെ ആ ഒരു വികാരം, എന്റെ കണ്ണൻ എന്ന് പറയുന്ന ഒരു വികാരം. അപ്പൊ അത് ഉണ്ണിക്കണ്ണനായി കഴിഞ്ഞാലും ഇനി വലിയ കണ്ണനായി കഴിഞ്ഞാലും അവരോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം, അത് ആ ഒരു ഫീലോട് കൂടി മാത്രം എടുക്കേണ്ട ഒരു വിഷയമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജസ്നയെ കുറിച്ച് നേരിട്ട് അറിയാത്ത ആളുകൾ ഏത് രീതിയിലാണെങ്കിലും, ജസ്ന ഒരുപാട് തെറ്റുകളിലേക്ക് ജസ്ന പോയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ സത്യത്തിൽ അവരെ വിമർശിച്ചത് മറ്റ് 2 കാര്യങ്ങളിലായിരുന്നു. ഒന്നിതാണ്, ഹിന്ദുക്കളുടെ ഒരു വികാരം അത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് അവർ വരയ്ക്കുന്ന ചിത്രം വിറ്റഴിക്കുക, അത് 5000-നും 10,000-നും അതല്ലെങ്കിൽ എത്ര വില, അത് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണ്. ആ തന്ത്രത്തിന് അവർ 1-2 ഐതിഹ്യങ്ങളൊക്കെ അവർ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നു. അവർ വരച്ച ചിത്രം വെച്ചതോടുകൂടി ആ അനുഭവം ഉണ്ടായി, ഈ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പല സ്റ്റോറികളും ഒക്കെ പറഞ്ഞുകൊണ്ട് അത് വിൽപ്പനയ്ക്കാക്കി പല മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ഉപയോഗിച്ചു. അതിനെതിരെ കൃത്യമായിട്ട് ഞാൻ നിലപാടെടുത്തു. ആ നിലപാടിൽ ഇന്നും നമ്മൾക്ക് മാറ്റമൊന്നുമില്ല. പിന്നെ രണ്ടാമത്, അവർ വരയ്ക്കുന്ന ചിത്രമാണോ അല്ലയോ എന്നുള്ളൊരു സംശയമാണ്. എന്തായാലും അവർ ചിത്രകല പഠിച്ചിട്ടില്ല. അവർ മാത്രമല്ല, അവരുടെ കുഞ്ഞുനാൾ മുതൽ അവരില് ആ ഒരു ചിത്രരചനയുടെ കഴിവ് ഉണ്ട് എന്നുള്ളതും നമ്മൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ന് അവർ ബൈഹർട്ട് ആക്കിക്കൊണ്ട്, മനഃപ്പാഠമാക്കിക്കൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും അവർ തന്നെയാണ് ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത് എന്ന ബോധ്യം. അപ്പൊ ഈ 2 സംശയങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതിന്റെ പേരിൽ തന്നെ കൃത്യമായിട്ടും ജസ്നയെ വിമർശിക്കേണ്ട രീതിയിൽ തന്നെ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ നമ്മൾക്ക് എല്ലാ കാലത്തും ഒരാളെ ശത്രുവിന്റെ മുഖഭാവത്തോടു കൂടി കണ്ടുകൊണ്ട് ആക്രമിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൽ പെട്ടതല്ല. മാത്രമല്ല, അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റ് തിരുത്താൻ അവർ തയ്യാറായിക്കൊണ്ട് രംഗത്ത് വരുന്നു. അതായത് ഗുരുവായൂർ കണ്ണന്റെ ആ ഒരു ചിത്രം വരയ്ക്കുന്നത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പല സോഷ്യൽ മീഡിയയിലും പല കാര്യങ്ങൾ പറയുന്നതിൽ നിന്നൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് അവർക്ക് തെറ്റ് പറ്റി എന്നുള്ളത് അവർ ബോധ്യപ്പെടുന്നു. ആ ബോധ്യത്തിൽ നിന്ന് അവർ മാറാൻ തയ്യാറാവുമ്പോൾ അവരെ വീണ്ടും ചവിട്ടി അരയ്ക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, 4 തല ചേർന്നാലും 4 ഡേഷ് ചേരില്ല എന്നൊരു പഴമൊഴി നമ്മൾ കേൾക്കാറുണ്ട്. അത് സ്ത്രീ വിരുദ്ധമായിട്ട് പറയുന്ന ഒരു പഴമൊഴിയായിട്ട് എടുക്കേണ്ട. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ പല സ്ത്രീ ജനങ്ങളും ഈ ജസ്നയ്ക്കെതിരെയൊക്കെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്നേ ഞാൻ അതിനെ പറയുന്നുള്ളൂ. കാരണം അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ജസ്ന സലീമിന്റെ വിഷയം പറയുമ്പോൾ
പറയുമ്പോൾ അതിലൂടെ കുറച്ച് വ്യൂസ് കിട്ടുന്നു. ജസ്ന സലീമിനെ 4 തെറി പറയുമ്പോൾ ജിഹാദികൾക്കും സുഖമാവുന്നു. അതുപോലെ രാജ്യദ്രോഹപരമായുള്ള വീഡിയോകൾ ചെയ്യുന്ന പല സ്ത്രീകളുമുണ്ട്. അത് ഇടതുപക്ഷ ചായ്വോട് കൂടിയാവാം, ഇസ്ലാമിക ജിഹാദി ചായ്വോട് കൂടിയാവാം. ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ സുഖിപ്പിക്കുന്നതിലൂടെ അവരുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടുന്നു, അതിലൂടെ കാശ് നേടുന്നു എന്നല്ലാതെ അതിൽ നിന്ന് മറ്റൊന്നും നേടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് ഞാൻ അല്പ മണിക്കൂർ മുൻപ് പോലും ഞാൻ ജസ്നയെ വിളിച്ചിട്ട് സംസാരിച്ചിരുന്നു. എന്താണ് ജസ്ന കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ജസ്നയ്ക്കെതിരെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാർ അടക്കമുള്ള ആളുകൾ കൊടുത്ത പരാതി പ്രകാരമൊക്കെ അവർക്കെതിരെ കേസെടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. ഗുരുവായൂർ സിറ്റി പോലീസാണ് കേസെടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് പൂർണ്ണമായിട്ടും ബെയിലബിൾ ഒഫൻസ് ആയിരുന്നു. അതിൽ ഒന്ന് മാത്രം, എനിക്ക് തോന്നുന്നു ഒരു ഒഫൻസ് മാത്രമാണ് നോൺ ബെയിലബിൾ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരൊരു സ്ത്രീയാണ്, അവരവിടെ വലിയ കലാപം ഉണ്ടാക്കാൻ എന്നുള്ള രീതിയിലൊന്നും പോലീസിന് ബോധ്യമല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് കഴിഞ്ഞ ദിവസം സ്റ്റേഷൻ ജാമ്യത്തോടുകൂടി, അത് അവരുടെ വ്യക്തി ജാമ്യത്തിൽ മാത്രം, സാധാരണ സ്റ്റേഷൻ ജാമ്യത്തിനാണെങ്കിൽ പോലും ആധാർ കാർഡുമായിട്ടുള്ള 2 ആളെ ആവശ്യപ്പെടാറുണ്ട് പോലീസ്. പക്ഷെ അതുപോലും ആവശ്യപ്പെടാതെ അവർക്ക് വ്യക്തി ജാമ്യം കൊടുത്തു. ഇനി കോടതിയിൽ നിന്നും സമൻസ് വരുന്ന സമയത്ത് അവർക്ക് അത് പെർമനന്റ് ജാമ്യം എടുത്തുകൊണ്ട് ആ കേസ് നേരിട്ടാൽ മതി. എന്നിരുന്നാലും എല്ലാം ബെയിലബിൾ ഒഫൻസ് ആയതുകൊണ്ട് അത് എനിക്ക് തോന്നുന്നു ഫൈന് അടച്ചാൽ പോലും ഒഴിവാക്കാൻ പറ്റുന്ന കേസുകളാണ്, അല്ലാതെ വലിയ തല പോകുന്ന കേസുകളൊന്നുമല്ല. അപ്പൊ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്, എന്റെ പേരൊക്കെ പരാമർശിച്ചുകൊണ്ട് ഇപ്പൊ ലസിത പാലക്കൽ എന്ന് പറയുന്ന ആ സ്ത്രീയൊക്കെ, നമുക്കറിയാം കണ്ണൂരിലുള്ള ഒരുപാട് തിക്താനുഭവങ്ങളിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ്. എനിക്ക് അവരെ നേരിട്ട് പരിചയമുണ്ട്. എന്റെ ഒരു അടുത്ത സഹോദരി സുഹൃത്ത് തന്നെയാണ്, പറയേണ്ടതുണ്ട്. മാത്രമല്ല എനിക്ക് കണ്ണൂർ ഒരു കേസ് വന്ന സമയത്ത്, എനിക്കൊരു ജാമ്യക്കാരനെ ആവശ്യമായി വന്ന സമയത്ത് ലസിതയാണ് എനിക്കൊരു ജാമ്യക്കാരനെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയോട് എനിക്ക് വളരെ സ്നേഹവും ബഹുമാനവും തന്നെയാണ്. അവർക്ക് ജസ്ന സലീമിന്റെ ഈ വീട്ടിൽ പോയതിനു ശേഷം ഞാൻ കൃത്യമായിട്ടും ജസ്ന സലീമിന്റെ അവസ്ഥകൾ ഞാനും നമ്മുടെ ജാമിദ ടീച്ചറും വിവരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അവർക്ക് എന്നോട് വലിയ പകയുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം ജാമിദ ടീച്ചർ അടക്കമുള്ള ടീച്ചറെയൊക്കെ അപമാനിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിരുന്നു. അതിലൊന്നും നമ്മൾക്ക് യാതൊരു പരാതിയോ പരിഭവമോ ഇല്ല. കാരണം എന്താ വെച്ചാൽ അതൊക്കെ അവരൊക്കെ തെറ്റുതിരുത്തി പിന്നീട് ഒരു ദിവസം തെറ്റിന്റെ ആ പാതയിൽ നിന്ന് മാറി ശരിയിലേക്ക് വരുമെന്ന് നമ്മൾക്കറിയാം. ഇതേ ലസിത തന്നെ പണ്ട്, ലസിതയും പിന്നെ മലപ്പുറത്തുള്ള മറ്റൊരു സുഹൃത്ത്, അവരുടെ പേര് പെട്ടെന്ന് ഞാൻ മറന്നുപോയി, ആ 2 സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ട് എന്റെ സ്റ്റേഷൻ പരിധിയിൽ എനിക്കെതിരെ പരാതി കൊടുക്കാൻ വന്ന 2 സ്ത്രീകളായിരുന്നു ലസിതയും പിന്നെ മലപ്പുറത്തെ മറ്റൊരു സ്ത്രീ അടക്കമുള്ള സുഹൃത്തും. അത്തരത്തിൽ എനിക്കെതിരെ എന്റെ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വന്ന ലസിത പിന്നീട് കൃത്യമായിട്ടും എന്റെ ഒരു സഹോദരി സുഹൃത്തായി മാറി എന്നുണ്ടെങ്കിൽ അവർ തെറ്റിലൂടെ സഞ്ചരിക്കുന്ന, അതല്ലെങ്കിൽ തെറ്റിന്റെ ആ പലരും പറഞ്ഞ് പ്രചരിപ്പിച്ച, അതല്ലെങ്കിൽ ജസ്ന എന്ന് പറയുന്ന കഥാപാത്രത്തോടുള്ള അവരുടെ ആ ഒരു വിരോധം, അത്തരത്തിൽ ഒരുപാട് സ്ത്രീകളുണ്ട്. ഞാൻ പേരെടുത്ത് ആരുടെയും പറയുന്നില്ല. കാരണം ആരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ മോശക്കാരാക്കാനോ അതല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കാനോ അവരെ ദൂഷ്യം പറയാനോ ഒന്നും ഞാൻ ആളല്ല. അവർക്കൊക്കെ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരുന്നൊരു കാലം വരും എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ ജസ്നയ്ക്കെതിരെ വീഡിയോ ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ അവിടെ നേരിട്ട് പോയി കണ്ട ബോധ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാരണം ജസ്ന കോടിക്കണക്കിന് രൂപയുടെ വീട് വെച്ചു എന്നുള്ളതൊക്കെ പ്രചാരണത്തിലുണ്ടായിരുന്നു. മാത്രമല്ല ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ലക്ഷക്കണക്കിന് രൂപ അവർക്ക് കൊടുത്തു. അവരെ ഹണി ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി ജസ്ന ശ്രമിച്ചു. ഒരുപാട് ആരോപണങ്ങൾ, 10-18 കേസുകൾ അവർ കൊടുത്തു എന്നുള്ളതൊക്കെ നോക്കും. ഇതിൽ പല കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളാണ്. ആ ഇല്ലാത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് എന്തിനാണ് നമ്മൾ ഈ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന, കാരണം അവരൊരിക്കലും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയോട് ചേർന്ന് നിന്നിട്ടോ അതല്ലെങ്കിൽ മുസ്ലിം ആചാര അനുഷ്ഠാനങ്ങളുമായി ചേർന്ന് നിന്നിട്ടോ ഒന്നുമല്ല അവർ ജീവിക്കുന്നത്. ഞാൻ അവരുടെ വീട്ടിൽ പോയപ്പോൾ കണ്ടതാണ്, അവരുടെ വീട്ടിലുള്ള ഒരു കൃഷ്ണ വിഗ്രഹം അതല്ലെങ്കിൽ കൃഷ്ണ ഫോട്ടോ, അതിന്റെ മുൻപിൽ തൊഴുതുകൊണ്ടാണ് അവരുടെ കുഞ്ഞു മക്കൾ പോലും, 2 മക്കളാണ് അവർക്കുള്ളത്, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. ആ പെൺകുട്ടിയുടെ മുഖത്തൊക്കെ നോക്കിയാൽ ആ ഒരു ചൈതന്യം നമ്മൾക്ക് കാണാൻ പറ്റും. ആ കുട്ടിയൊക്കെ അവരൊക്കെ ഹിന്ദു സംസ്കാര പ്രകാരം ഭഗവാൻ കണ്ണൻ, അതായത് അവർക്ക് അന്നം തരുന്ന ഭഗവാൻ കണ്ണൻ തന്നെയാണ്, ആ കണ്ണനെ തൊഴുതുകൊണ്ടാണ് ഇവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് എന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷത്തോടു കൂടി തന്നെ നമ്മൾക്ക് അവരിലുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളായിക്കോട്ടെ ശരിയായ ധാരണകളായിക്കോട്ടെ അതൊക്കെ ക്ഷമിക്കാൻ നമ്മൾക്ക് പറ്റേണ്ടതുണ്ട്. കാരണം ഹിന്ദു എന്നും ക്ഷമ എന്ന് പറയുന്ന ആ 2 അക്ഷരമുണ്ടല്ലോ, അത് ഹിന്ദു സംസ്കാരത്തിൽ അതല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തിൽ ഇഴുകിച്ചേർന്നുകൊണ്ട് ഉള്ളത് തന്നെയാണ്. ഇപ്പൊ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാർ ആയാലും ഇപ്പൊ ശശികല ടീച്ചർ ആയാലും അവരെ ഒന്നും നമ്മൾ ഉപദേശിക്കാനോ അതല്ലെങ്കിൽ അവരോടൊക്കെ ഇത് കാര്യം പറഞ്ഞു തിരുത്താനോ ഒന്നും നമ്മൾ ആളുകളൊന്നുമല്ല. അവർക്കൊക്കെ പുറമേയുള്ള അറിവ് വെച്ചുകൊണ്ട് മാത്രമാണ് ഈ ഗുരുവായൂരിൽ ഈ പറയുന്ന ജസ്ന കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്ന രീതിയിൽ എല്ലാവരും അതിന് പറയുന്നത്. ബഹുമാന്യ ടീച്ചറൊക്കെ, എന്റെ ടീച്ചറമ്മ എന്ന് തന്നെയാണ് ഞാൻ ടീച്ചറെ വിളിക്കാറ്. ടീച്ചറുമായിട്ട് അടുത്ത ബന്ധം, ടീച്ചറുടെ വീട്ടിൽ 2 തവണ പോയിട്ടും ടീച്ചർ തന്നിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അത്തരത്തിൽ അതുപോലെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാർ എന്ന് പറഞ്ഞാൽ ഏത് നട്ടപ്പാതിരേക്ക് വിളിച്ചാലും എന്താവശ്യം
ആവശ്യത്തിനും വിളിക്കാൻ ആ ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയാണ് കൃഷ്ണരാജ് സാറിനെ. അത്തരത്തിൽ അവരോടൊന്നും നമ്മളിത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ പുറമേ നിന്നുള്ള ചിത്രം വെച്ചുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സ്ത്രീ ജനങ്ങളൊക്കെ ഈ ജസ്നയ്ക്കെതിരെയൊക്കെ നിലപാടെടുത്തുകൊണ്ടൊക്കെ മുന്നോട്ട് വരിക, വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലൊക്കെ വിളിച്ചു പറയുക. നോക്കൂ, അവരുടെ ധാഷ്ട്യം, ധിക്കാര്യം, അഹങ്കാരം ആണ് അവർക്ക് എന്നൊക്കെ പറയുന്ന ആളുകളോട് ഞാൻ പറയുന്നത്, ഒരു ദിവസമെങ്കിലും ജസ്നയുടെ വീട്ടിലേക്ക് നിങ്ങളൊന്ന് പോകൂ. ഇപ്പൊ ലസിത പാലക്കൽ അടക്കമുള്ള, അതല്ലെങ്കിൽ ശ്രീലാപിള്ള എന്ന് പറയും, ശ്രീലാപിള്ളയ്ക്ക് എന്റെ സുഹൃത്ത് തന്നെയാണ്, അവരൊക്കെ അടക്കമുള്ള ആളുകളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു ദിവസം ജസ്നയുടെ വീട്ടിലേക്ക് പോകും. അവരുടെ വീടിന്റെ അവസ്ഥയും അവരുടെ ജീവിത രീതിയും അവർ ചിത്രം വരയ്ക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ നേരിട്ട് പോയിട്ട് അനുഭവിക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം നമ്മൾ ആരും അവർക്ക് ജസ്നയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനും മാത്രം വളർന്നിട്ടുള്ള ആളുകളൊന്നുമല്ല. എന്നിരുന്നാലും നമ്മുടെ കൂട്ടത്തിൽ ഇസ്ലാമിക ജിഹാദികൾ അത്രയ്ക്ക് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിൽ നിലകൊള്ളുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ നമ്മൾ വീണ്ടും ആക്രമിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. അതിൽ അവരുടെ തെറ്റ് മനസ്സിലാക്കി അവർ ഗുരുവായൂരിൽ ഇപ്പോ കഴിഞ്ഞ, അതല്ലെങ്കിൽ ഇപ്പോ ഇത്രയും നാളുണ്ടായിരുന്ന രീതിയിൽ ഗുരുവായൂരിൽ വന്നുകൊണ്ട് അത്ര കണ്ട് വളരെ എല്ലാവരും തട്ടിക്കയറുക, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവരുടെ പേരിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്കറിയാം. മറ്റതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അവർ ഒരുപാട് കേസുകളിൽ അവർ പീഡന കേസ് കൊടുത്തിട്ടുണ്ടോ, കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആസ് എ ഹിന്ദു എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഗുരുവായൂർ കണ്ണനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അവരുടെ ചിത്രങ്ങൾ വിൽക്കുക എന്നുള്ളത്, അതിന് പല സ്റ്റോറികൾ മെനഞ്ഞുകൊണ്ടായാലും അത് അല്ലാതെയും ഒക്കെ പറഞ്ഞുകൊണ്ട് മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തെ ഉപയോഗിക്കുക എന്നുള്ളത് അത് തെറ്റാണ് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇന്നിപ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാർ അടക്കമുള്ള ആളുകൾ നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ ജസ്നയ്ക്ക് കൃത്യമായിട്ട് കേസും കൂട്ടവും കാര്യങ്ങളും വന്നതുകൊണ്ട് തന്നെ അവർ അതിൽ ബോധവതിയാണ്. അപ്പൊ ആ ബോധവതിയായിട്ടുള്ള അവര് ഇനിയും നമ്മൾ വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് മുസ്ലിം നാമധാരികളായാലും ക്രിസ്ത്യൻ നാമധാരികളായാലും ഭഗവാൻ കണ്ണന്റെ ഭക്തരായിക്കൊണ്ട്, അതല്ലെങ്കിൽ ഭക്തി ഇല്ലാതെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇഷ്ടം പോലെ പ്രവേശിക്കുന്നുണ്ട് എന്ന് നമ്മൾക്കറിയാം. അത് നമ്മൾക്കാർക്കും കണ്ടുപിടിക്കാനും ഒക്കില്ല. കാരണം അവിടെ സ്ത്രീയായി പിറന്ന, അതല്ലെങ്കിൽ പുരുഷനായി പിറന്ന ആർക്കും അവിടെ പ്രവേശിക്കാം. അത് ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ എന്ന ഐഡന്റിറ്റി അവിടെ കൊടുത്തുകൊണ്ടൊന്നല്ല, ആധാർ കാർഡ് അവിടെ നൽകിക്കൊണ്ട് ഒന്നുമല്ല അവിടെ പ്രവേശിക്കുന്നത്. എന്റെ അറിവിൽ തന്നെ ഒരുപാട് ആളുകൾ ഇതുപോലെ ഗുരുവായൂർ ക്ഷേത്രം ദർശിച്ചു എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അവർ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. അത് ആചാരപരമായിട്ട് ലംഘനം തന്നെയാണെങ്കിൽ പോലും അത്തരത്തിൽ നമ്മൾ അറിയാതെ ഒരുപാട് ഹിന്ദു ക്രിസ്ത്യാനികളുടെ സഖാക്കന്മാരും ജിഹാദികളും അടക്കം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആർക്കും അവരെ തടയാനൊക്കില്ല. കാരണം അതിന് അവിടെ ഒരു സിസ്റ്റം ഒന്നുമില്ല. ആധാർ കാർഡ് നോക്കിയിട്ടോ, അതല്ലെങ്കിൽ ഈ സുഡാപ്പികൾ കാണിക്കുന്നവരെ തുണി പൊക്കി നോക്കിയിട്ടൊന്നും, നമ്മൾക്ക് ലിംഗനിർണയം നടത്തിയിട്ടൊന്നും നമ്മൾക്കുള്ളിലേക്ക് ആരെയും ക്ഷേത്രത്തിലേക്ക് കടത്താൻ പറ്റില്ല. അതൊക്കെ വിശ്വാസം, ആചാരമാണ് എന്നതിൽ തന്നെയാണ് നമ്മളൊക്കെ പോകുന്നത്. അതുകൊണ്ട് ജസ്ന, നമുക്കറിയാം യേശുദാസ് എന്ന് പറയുന്ന മഹാഗായകൻ, അദ്ദേഹം ഗുരുവായൂർ കണ്ണന്റെ ആ ക്ഷേത്രത്തിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകളായാലും മറ്റു ക്ഷേത്രത്തിൽ നിന്നൊക്കെ വേണ്ട, അയ്യപ്പസ്വാമിയുടെ ഉറക്ക് പാട്ടായിട്ടുള്ള ഹരിവരാസനം പോലും യേശുദാസ് എന്ന് പറയുന്ന ആ മഹാഗായകന്റെ ശബ്ദത്തിൽ കേൾക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്തതിന്റെ വിഷമം അദ്ദേഹം ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ എന്നുള്ള ആ പാട്ടും, അതല്ലെങ്കിൽ വേദനാജനകമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അനുഭവമൊക്കെ നമ്മളെടുത്ത് പങ്കുവെക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പാട്ടിലൂടെ അദ്ദേഹം പങ്കുവെച്ചതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എല്ലാവരും തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ ഗുരുവായൂർ പോലുള്ള ക്ഷേത്രത്തിൽ അദ്ദേഹം കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ആചാര ലംഘനം നടക്കും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പോവാറില്ല. അദ്ദേഹത്തിന് പക്ഷെ അതിൽ വലിയ വിഷമമുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, അത്തരത്തിൽ ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കടക്കുന്ന ആ ഒരു ആളൊന്നുമല്ല ഈ ജസ്ന എന്നുള്ളത് മനസ്സിലാക്കുക. അവർക്ക് കണ്ണനോടുള്ള ഭക്തി ആയിക്കോട്ടെ, കണ്ണനോടുള്ള സ്നേഹമായിക്കോട്ടെ, അവരുടെ അന്നമാണ് കണ്ണൻ എന്നുള്ളതെങ്കിലും മിനിമം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ ജസ്നയെ വിമർശിക്കുന്ന ആളുകൾ അവരുടെ വീട്ടിലേക്ക് ഒന്ന് പോകാനുള്ള സന്മനസ് കാണിക്കൂ. അവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ ആര് ചെന്നാലും അവർ ആരെയും അവരെ എതിർക്കില്ല. ആർക്കും സ്നേഹത്തോടെ ചെല്ലാം. അല്ലാതെ നമ്മുടെ വേറൊരു താത്തയുണ്ടല്ലോ, എന്താ അവരുടെ പേര്, തെറിത്താത്ത, അങ്ങനെ എന്താണ് അവരെ അറിയപ്പെടുന്നു തോന്നുന്നു, ഷഫീന ബീവി എന്ന തെറിത്താത്ത. ആ തെറിത്താത്തയുടെ പോലെ എല്ലാവരുടെ വീട്ടിലേക്കും പോയി അവിടെ ലഹള ഉണ്ടാക്കുക, അടി വാങ്ങി കൂട്ടുക എന്നുള്ള സിസ്റ്റം ഒന്നും ചെയ്യാതെ ജസ്നയുടെ വീട്ടിലേക്ക് നിങ്ങൾ സ്നേഹത്തോടെ ചെന്ന് നോക്കും. അവിടെ കൃത്യമായിട്ടും കാണാൻ പറ്റും നിങ്ങൾക്ക് ജസ്ന അനുഭവിക്കുന്ന അവരുടെ വീടിന്റെ അവസ്ഥ, അതല്ലെങ്കിൽ അവരുടെ ദയനീയ അവസ്ഥ, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പൊ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താൻ തയ്യാറായി വരുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരി, ജിഹാദികൾ വട്ടമിട്ട് ആക്രമിക്കുന്ന ഒരു സ്ത്രീ, അവർ തലയിൽ തട്ടമിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ജിഹാദികൾക്ക് പ്രശ്നം. ജിഹാദികൾക്ക്
ഹിന്ദു ആചാരാനുഷ്ഠാന പ്രകാരമുള്ള കൃഷ്ണൻ എന്ന് പറയുന്ന ഭഗവാൻ, ആ ഭഗവാനിൽ വിശ്വസിച്ച് അവരുടെ ചിത്രമൊക്കെ വരയ്ക്കുന്ന ആ സ്ത്രീ അവർക്ക് കാഫിറിനേക്കാൾ ദുഷ്ടയായിട്ടുള്ള സ്ത്രീയാണ്. അത്തരത്തിൽ ഈ ഇസ്ലാമിക ജിഹാദികൾ ആക്രമിക്കുന്ന ആ സ്ത്രീയെ നമ്മൾ കൂടി കൂട്ടം ചേർന്ന് ആക്രമിക്കേണ്ടതുണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട വലിയൊരു കാര്യം തന്നെയാണ്. എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരുമായിട്ട് ഞാൻ ജാമിദ ടീച്ചറുടെ കൂടെ ഒരു തവണ അവരുടെ വീട്ടിലേക്ക് പോയി. പക്ഷെ നമ്മൾക്ക് ഈ പറയുന്ന ലസിത പാലക്കലായാലും ശ്രീല പിള്ളയായാലും ഇനി വേണ്ട ലക്ഷ്മി കാനത്തായാലും ഇത്തരത്തിൽ ഒരുപാട് സഹോദരികൾ നമ്മൾക്കുണ്ട്. ഈ സഹോദരികളുടെ അതേ തുല്യ സ്ഥാനത്ത് തന്നെയാണ് ജസ്നയും. പക്ഷെ നമ്മളുടെ അറിവിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ വേദനാജനകം തന്നെയാണ്. അപ്പൊ പലരും ജസ്ന ഇതാ അറസ്റ്റിലായി, ജസ്നയെ കോടതി കൂട്ടിലടച്ചു, ജസ്നയെ അതാക്കി ഇതാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആരോപണങ്ങളൊക്കെ സുഡാപ്പികളും മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം. ജസ്ന എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ജസ്ന സലീമിനെ കുറിച്ച് ഇസ്ലാമിക ജിഹാദികളും അതല്ലെങ്കിൽ രാജ്യദ്രോഹപരമായുള്ള വീഡിയോകൾ ചെയ്യുന്ന പല ആളുകളും ഒക്കെ വീഡിയോകൾ ചെയ്തിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് അവർക്കൊക്കെ ഒരു വീഡിയോ കണ്ടന്റ് മാത്രമാണ് നമ്മളായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള അതല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന സിസ്റ്റത്തോടു കൂടിയും രാജ്യദ്രോഹപരമായിട്ടുള്ള വീഡിയോ ചെയ്യുന്ന അതല്ലെങ്കിൽ ഇപ്പൊ ഇസ്ലാമിക ജിഹാദികളുടെ അച്ചാരം വാങ്ങി നക്കിക്കൊണ്ട് ജീവിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. ആ സാധനങ്ങളോടൊക്കെ ചായ്വ് പ്രകടിപ്പിച്ചുകൊണ്ട് ജസ്നയ്ക്കെതിരെ നിലപാടെടുക്കുന്ന സ്ത്രീകൾ ഇപ്പോൾ ഈ രാജ്യദ്രോഹപരമായുള്ള വീഡിയോ ചെയ്യുന്ന സ്ത്രീകളെയൊക്കെ വലിയ സുഹൃത്തുക്കളായി കാണുക, അവരുടെ വീഡിയോ പ്രചരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തന്നെ വേണം നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് കാണിക്കേണ്ടത്. നിങ്ങൾ പറയുന്ന വാക്കുകളൊക്കെ കേൾക്കുന്ന ജനങ്ങൾ നിങ്ങളുടെ നിലപാടും നിങ്ങളുടെ സംസ്കാരവും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. കാരണം ഒരു സ്ത്രീയെ വളഞ്ഞിട്ട് ഇങ്ങനെ ആക്രമിക്കേണ്ട ആവശ്യമൊന്നും ആർക്കുമില്ല. അവർ കീഴടങ്ങിയ ഒരു സ്ത്രീയാണ്. അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറ്റിയ തെറ്റുകൾ ഞാൻ തിരുത്തും എന്ന് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരാളെ വളഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആക്രമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ പല യൂട്യൂബേഴ്സും പറയുന്നത് ജസ്ന സലീമിനെ ജയിലിലടച്ചു, ജസ്ന സലീമിനെ കോടതിയിട്ട് അലക്കി. നമുക്ക് ഒന്നുമില്ല. അവർക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന ചെറിയ വകുപ്പുകളാണ്. അത് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാറിനടക്കമുള്ള ആളുകൾക്ക് FIR നോക്കിയാൽ മനസ്സിലാവും. കഴിഞ്ഞ ദിവസം അവർ ഗുരുവായൂർ സ്റ്റേഷനിൽ തന്നെ ബന്ധപ്പെട്ട് അവർ നേരിട്ട് ഹാജരായിരുന്നു. സ്റ്റേഷൻ ജാമ്യം പോലും കൂടി 2 വ്യക്തി ജാമ്യം പോലും ആവശ്യമില്ലാതെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ജാമ്യത്തിൽ മാത്രമാണ് അവരെ പറഞ്ഞു വിട്ടിട്ടുള്ളത്. അത്രയ്ക്കും ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് ജസ്ന സലീമിനെ ന്യായീകരിക്കാനോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും വെളുപ്പിച്ചെടുക്കാനോ യാതൊരു ആവശ്യവും എനിക്കില്ല. എന്നിരുന്നാലും കണ്ട ബോധ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മിലേക്ക് വന്നണയുന്ന ഹിന്ദു ഹൈന്ദവ സംസ്കാരത്തിലേക്ക് വന്നണയുന്ന അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവരെ നമ്മൾ 2 കാലും കൊണ്ടും ചവിട്ടി പുറത്താക്കേണ്ട അവസ്ഥ നമ്മൾ ചെയ്യുന്നത് അത് മഹാദ്രോഹം തന്നെയാണ് എന്നാണ് ആസ് എ തീവ്രവാദി ഹിന്ദു എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ജസ്ന സലീമിനെ വെളുപ്പിച്ചെടുക്കേണ്ട ആവശ്യം എനിക്കോ ജാമിദ ടീച്ചർക്കോ ഒന്നുമില്ല. അപ്പൊ ജാമിദ ടീച്ചറിനെ പോലെയുള്ള ആളുകളെയൊക്കെ സമൂഹ മാധ്യമത്തിലൂടെ വന്നുകൊണ്ട് അപഹസിച്ച് സംസാരിക്കുന്ന സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ വില തന്നെ ഇല്ലാതാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി വരുന്ന 4 വിരലും നിങ്ങൾക്ക് നേരെയാണ് ചൂണ്ടപ്പെടുന്നത് എന്ന മിനിമം ആ ഒരു ബോധ്യമെങ്കിലും നിങ്ങൾക്കുണ്ടാവട്ടെ. ഒരു കാലത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ തെറ്റ് സംഭവിച്ചു എന്നുള്ളത് പിന്നീട് ബോധ്യപ്പെട്ടുകൊണ്ട് പശ്ചാത്തപിക്കുന്ന ആ അവസ്ഥയേക്കാൾ നല്ലത് കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്തായിട്ടുള്ള തൊടുപുഴയുള്ള സൗമ്യ PV എന്ന് പറയുന്ന എന്റെ ഒരു സുഹൃത്ത് കൂടിയാണ് സൗമ്യ എനിക്ക് ഈ പറയുന്ന തൊടുപുഴയിലും അതല്ലെങ്കിൽ അവിടെ എന്താവശ്യം വന്നാലും വിളിക്കാവുന്ന നമ്മുടെ സംഘ സഹോദരിയാണ്. അവളോ ആ കുട്ടിയോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ സഹോദരി ഇതാണ് കാര്യങ്ങൾ എന്നുള്ളത് അവർ മനസ്സിലാക്കി അതിനനുസരിച്ച് സംസാരിക്കുക എന്നുള്ളത് അവർ എന്തോ ആവട്ടെ, അത് അവരുടെ ആ ഒരു താല്പര്യം മാത്രമാണ്. അവർക്ക് വേണമെങ്കിൽ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. അത് അവരുടെ മാത്രം തീരുമാനമാണ്. അത് തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. കാരണം എല്ലാ കാലത്തും ഒരു സ്ത്രീയെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആ ഒരു സ്ത്രീയെ അവർ ഹിന്ദു മത വിശ്വാസ പ്രകാരം ജീവിച്ചു പോകുന്ന ഒരു സ്ത്രീ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വേണ്ടി വന്നാൽ മറ്റൊന്നുകൂടി ഞാൻ പറയുന്നു, അവർ വേണമെന്നുണ്ടെങ്കിൽ ഹിന്ദുമതം സ്വീകരിക്കാൻ പോലും തയ്യാറായിട്ടുള്ള അത്രയും വലിയൊരു വിശ്വാസിയാണ്, ഭക്തയാണ് കണ്ണന്റെ. അത്തരത്തിലുള്ള ഒരു സ്ത്രീയെ ഇനിയെങ്കിലും ദ്രോഹിക്കുന്നത് നിർത്തുക. ഇസ്ലാമിക ജിഹാദികൾ നമ്മളെ 2 പക്ഷത്ത് നിർത്തിക്കൊണ്ട് നമ്മളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ചിരിക്കുന്ന അതല്ലെങ്കിൽ അവർക്ക് നമ്മളെ ട്രോളാനുള്ള വകുപ്പ് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് ഓരോ ഹൈന്ദവ നാമധാരികളും വിശ്വാസികളും ഏറെ ചിന്തിക്കേണ്ടത് തന്നെയാണ്. അത് ലസിത പാലക്കലായാലും ശ്രീല പിള്ളയായാലും ലക്ഷ്മി കാനത്തായാലും എല്ലാവരും ചിന്തിക്കേണ്ടത് തന്നെയാണ്. എല്ലാവരും നമ്മുടെ സാഹോദര്യത്തോടു കൂടി നിലപാടെടുക്കുന്ന നമ്മുടെ സഹോദരിമാർ
ആ ഒരു മനസ്സോടുകൂടി കാണണം എന്നുള്ളതാണ്. ഈ ഒരു വിഷയം ഇനിയെങ്കിലും ഉപേക്ഷിക്കണം എന്നുള്ളതാണ് വലിയൊരു അപേക്ഷ സമർപ്പിക്കാനുള്ളത്. കാരണം കോടതിപരമായിട്ടും നിയമപരമായിട്ടും അവർ അതിന്റെ നടപടികളൊക്കെ അതിനുള്ളിലൂടെ തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയാണ്. ഇനി എന്തിനാണ് അവരെ വീണ്ടും വീണ്ടും ദ്രോഹിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ സീനത്ത് അഷ്റഫ് എന്ന് പറയുന്ന ഒരു സുഡാപ്പിയുടെ, ഒന്നെങ്കിൽ സുഡാപ്പി പേര് മാറി വന്നതായിരിക്കാം, എന്തിനാണ് അവർക്ക് രാഖി കെട്ടിക്കൊടുത്തത് എന്നുള്ളതാണ്. നമുക്ക് രാഖിയുടെ ആ ഒരു സിമ്പൽ എന്താണ്? സാഹോദര്യം എന്നുള്ളതാണ് രാഖിയെ കൊണ്ട്. അതല്ലാതെ ഇസ്ലാമിക ജിഹാദികൾ പറയുന്ന സംഖ്യയെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കായിട്ട് ഈ രാഖിയെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾക്കറിയാം. നമ്മൾ രാഖി കെട്ടിക്കൊടുക്കുന്നത് അങ്ങോട്ടായിക്കോട്ടെ ഇങ്ങോട്ടായിക്കോട്ടെ. ചിലരൊക്കെ പറയുന്നത് കേട്ടു സ്ത്രീകൾക്ക് അങ്ങോട്ട് കെട്ടിക്കൊടുക്കലില്ല എന്നുള്ളത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, സ്ത്രീകൾ ഇങ്ങോട്ട് മാത്രമാണ് രാഖി കെട്ടുക? സഹോദരന്മാരെ മാത്രം ഉണ്ടാക്കിയാൽ മതി? ഒന്നുമല്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രാഖി ബന്ധിക്കാം. അത്തരത്തിൽ ഒരു സഹോദരി എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറയുന്നു, ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കും. അവരുടെ വീട് കോഴിക്കോട് തന്നെയാണ്. അത്തരത്തിൽ അവരുടെ വീട്ടിലേക്ക് പോയി തെറ്റിദ്ധാരണയുള്ള ആളുകളൊക്കെ അവരുമായി നേരിട്ട് സംസാരിക്കും. എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ ഗോകുലം ഗോപാലന്റെ ഓഡിയോ അവർ ലീക്കാക്കി എന്നുള്ള ആ ഒരു വിഷയമൊക്കെ ഞാൻ ആ കാര്യങ്ങളൊക്കെ അവരോട് പച്ചയ്ക്ക് തുറന്നു ചോദിച്ചാണ്, നിങ്ങളുടെ അടുത്ത് തെറ്റുകൾ ഇതൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത്. അതൊക്കെ അവർ കൺവിൻസ് ആണ്. അത്തരത്തിൽ ആ തെറ്റുകൾ അവർക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഗോകുലം ഗോപാലന്റെ ആ ഒരു ഓഡിയോ, ഇപ്പൊ ജസ്നയെ വിളിക്കുന്ന ഓഡിയോ, ജസ്ന ഇപ്പൊ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഗോകുലം ഗോപാലൻ അവരോട് റെസ്പോണ്ട് ചെയ്യുന്ന തിരിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ. അത്തരത്തിൽ അത് ഗോകുലം ഗോപാലൻ അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെയും പക്വതയുടെയും ഇല്ലായ്മയാണ് അവിടെ കാണിച്ചത് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ അത്തരത്തിലൊരു ഓഡിയോ പുറത്തു വന്നത് കൊണ്ട് ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇത്തരത്തിൽ ജസ്നയോട് സംസാരിച്ചു എന്ന അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പോലും നമ്മൾക്ക് വിലയിരുത്താനുള്ള ഒരു അവസരം കൂടി കിട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഗോകുലം ഗോപാലന്റെ ഒക്കെ സ്ഥാനം ഏതാണെന്ന് നമ്മൾക്കറിയാം. അത് ജസ്ന പുറത്തു വിട്ടതാണോ, ഇനി ജസ്ന ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, എന്തായാലും അവള് ആ കുട്ടി അത് റെക്കോർഡ് ചെയ്തുകൊണ്ടല്ലേ നമ്മൾക്ക് എല്ലാവർക്കും അത് കേൾക്കാൻ പറ്റി എന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത്തരത്തിൽ തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിലേക്ക്, കൾച്ചറിലേക്ക് വരുന്ന ആ ഒരു പെൺകുട്ടിയെ ഇനിയെങ്കിലും ദ്രോഹിക്കാതിരുന്നുകൂടെ എന്നുള്ള റിക്വസ്റ്റ് മാത്രമാണ് വെക്കുന്നത്. ഇനി ഇതാക്കണ് ജസ്ന സലീമിന് വേണ്ടിയിട്ട് VK ബൈജു ഇത്തരത്തിൽ VK ബൈജും സംഗിണി ജാമിതയും വന്നുകൊണ്ട് ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞ് ട്രോളാൻ നടക്കുന്ന ആളുകളോട് എനിക്ക് കാണിക്കാനുള്ളത് ഈ സിമ്പൽ മാത്രമാണ്. മിഡ് ഫിംഗർ നമസ്കാരം മാത്രമാണ് അത്തരത്തിലുള്ള ആളുകളോട് കാണിക്കാനുള്ളത്. കാരണം ഏത് സംസ്കാരമാണോ ഇങ്ങോട്ട്, അതേ സംസ്കാരം തിരിച്ചു കൊടുക്കേണ്ട ആ രീതിയിൽ തന്നെയാണ് ഈ കലികാലം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് ഒരു കവിളിൽ കിട്ടുമ്പോൾ മറ്റേ കവിളും കാട്ടിക്കൊടുത്തുകൊണ്ട് മറ്റേ ഗാന്ധി ഉണ്ടല്ലോ, MK ഗാന്ധി പറഞ്ഞ ആ സിദ്ധാന്തമൊക്കെ നടപ്പിലാക്കാൻ അതിന് വേറെ ആളെ നോക്കിയാൽ മതി. ഒരു കവിളത്ത് കിട്ടിയാൽ നിന്റെ 2 കവിളും മാത്രമല്ല, അടിച്ച് നിന്റെ മുഖം പോലും അങ്ങോട്ട് പാളീസാക്കാനുള്ള ആ സംസ്കാരമാണ് ഇന്ന് ഈ കലിയുഗത്തിൽ വേണ്ടത്. അതുകൊണ്ട് 1ന് 4ആയി അതല്ലെങ്കിൽ 100ആയി തിരിച്ചു പറയുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ പോവുക. പിന്നെ തെറ്റ് മനസ്സിലാക്കിയ ഒരു സഹോദരി തിരിച്ചു വരുമ്പോൾ അവരെ വീണ്ടും ജനമധ്യത്തിലിട്ട്, ഇസ്ലാമിക ജിഹാദികളുടെ മധ്യത്തിലിട്ട് ചവിട്ടി അരയ്ക്കാൻ വേണ്ടി നമ്മൾ കൂടി കോപ്പ് കൂട്ടുമ്പോൾ നമ്മളും ഈ ജിഹാദികളും തമ്മിലുള്ള സംസ്കാരത്തിലുള്ള വ്യത്യാസം, അതല്ലെങ്കിൽ നമ്മൾ പഠിച്ച നമ്മുടെ ആ രക്ഷിതാക്കൾ നമുക്ക് പകർന്നു തന്നിട്ടുള്ള നമ്മുടെ രക്ഷിതാക്കളുടെ ആ ഗുണം അത് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അത് ഇനിയും വേണോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ഓരോ മാന്യ പ്രേക്ഷകർ തന്നെ. കാരണം ഇവിടെ ജസ്ന സലീം വിഷയമല്ല കേരളത്തിലെ വലിയ വിഷയം. അതിനേക്കാൾ വലിയ എത്രയോ വിഷയങ്ങളുണ്ട്. അത്തരത്തിൽ ആ പ്രതികരണങ്ങളിലേക്കാവട്ടെ നിങ്ങളുടെ മനസ്സും കണ്ണും ഹൃദയവും തിരിയേണ്ടത്, തലച്ചോറും തിരിയേണ്ടത്. അല്ലാതെ ആ പെൺകുട്ടി അവരുടെ അവർ കൃഷ്ണനെ വരയ്ക്കുന്നുണ്ട്, അവർ കൃത്യമായിട്ട് അവർ കാണാപ്പടം പഠിച്ചതാണെങ്കിൽ പോലും അവരുടെ കൈപ്പടയിലാണത് വരയ്ക്കുന്നത്. അത് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞാൻ ജസ്നയോട് പറഞ്ഞു, ജസ്ന കഴിഞ്ഞ ദിവസം ജാമിദ ടീച്ചറുടെ കൂടെ വിഷു ആഘോഷിക്കാൻ എന്റെ വീട്ടിലേക്ക് വരാനിരുന്ന കുട്ടിയായിരുന്നു. പിന്നെ ഈ കേസ് ഉണ്ടായത് കൊണ്ട് അവരത് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഞാൻ ജസ്നയോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാനൊരു വൈറ്റ് പേപ്പർ തരാം, ജസ്ന അതിൽ വരയ്ക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ജസ്ന പറഞ്ഞു, ഞാൻ വരയ്ക്കാൻ ചേട്ടാ. അത്തരത്തിൽ അവരുടെ വര നേരിട്ടൊരു വീഡിയോ എടുത്തിട്ട് മാന്യ പ്രേക്ഷകരിലേക്ക് ഇടണം എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇപ്പോ എല്ലാവരും ഹിന്ദുക്കളായി ജനിക്കണമെന്നില്ലല്ലോ. നമ്മുടെ ഈ ഭൂവിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും ഹൈന്ദവ സംസ്കാര വാഹകരായിട്ടുള്ള എല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണ്. കാരണം ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഒരു പേരാണ് നമ്മുടെ ഈ ഭാരതത്തിനുള്ളത്. മാത്രമല്ല നമ്മളൊക്കെ പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞപ്പോ ജിഹാദികളൊക്കെ ഗൾഫിൽ പോയിരുന്നു കൊണ്ട്, അറബികളുടെ നാട്ടിൽ പോയിരുന്നു കൊണ്ട് ഈ ഭാരതത്തിനെതിരെ കുരയ്ക്കുന്ന ഓരോ ജിഹാദി വർഗങ്ങളും അവന്റെയൊക്കെ
പാസ്പോർട്ട് ഇടയ്ക്ക് ഒന്ന് എടുത്തു നോക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അതിന്റെ മേലെ ഉണ്ടായിരിക്കും റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഭാരതത്തിന്റെ പാസ്പോർട്ടിലാണ് ഇവനൊക്കെ ആ ഗൾഫിലേക്ക് പോയിരിക്കുന്നത്. മാത്രമല്ല ഇവനൊക്കെ അവിടെ അറിയപ്പെടുന്നത് ഇന്ത്യക്കാരൻ എന്ന ഐഡന്റിറ്റിയാണ്. അല്ലാതെ ഇവൻ ജബ്ബാറാണ്, ഇവൻ മമ്മദാണ് എന്ന പേരിലല്ല അറിയപ്പെടുന്നത്. ഏത് ജബ്ബാറായാലും മമ്മദായാലും ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന ആ ഐഡന്റിറ്റി മാത്രമാണ് ഒരു വിദേശത്ത് ചെന്നാൽ അറിയപ്പെടുക. അതുകൊണ്ട് ഇവിടെ നിന്ന് ഗൾഫിലേക്ക് എത്തിക്കൊണ്ട് ഇസ്ലാമിക ജിഹാദികൾ ഈ ഭാരതത്തിനെതിരെ കുരയ്ക്കുമ്പോൾ അവരോട് വീണ്ടും നമ്മൾ പറയുന്നു, നിന്റെയൊക്കെ പാസ്പോർട്ട് എടുത്തിട്ട് ഇടയ്ക്ക് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയം നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ പല സ്ഥലത്തും ഞാൻ എന്റെ പേരും അതുപോലെ ജാമിദ ടീച്ചറുടെ ഒക്കെ പേരൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ടാഗ് ചെയ്തുകൊണ്ട് ഇതാ VK ബൈജു സംഗിയും ജാമിദ സംഗിണിയും ഒക്കെ ഈ പറയുന്ന ജസ്നയെ അങ്ങോട്ട് പൊക്കിപ്പിടിച്ച് ജസ്നയെ അങ്ങോട്ട് വെള്ളപൂശി എന്നൊക്കെ പറയുന്നു. നോക്കൂ, ഞാൻ അവരോട് വീണ്ടും പറയുന്നു, ജനമധ്യങ്ങളോട്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളോട് ഞാൻ പറയുന്നു, നിങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോവൂ, നിങ്ങളുടെ സംശയങ്ങൾ തീർക്കൂ. അതല്ലെങ്കിൽ അവരുടെ നമ്പറിൽ വിളിച്ച് അവരോട് സംസാരിക്കൂ, സംശയങ്ങൾ തീർക്കൂ, പ്രശ്നങ്ങൾ തീർക്കൂ. ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു കുട്ടിയോ അതല്ലെങ്കിൽ ഈ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട വിഷയമൊന്നും അല്ല കേരളത്തിലെ ചർച്ച ചെയ്യേണ്ട. അതല്ലെങ്കിൽ ഈ സൈക്കിൾ എടുത്ത് കൂടുക എന്ന് പറയും, ഇന്നിപ്പോ സൈക്കിളും അല്ല ഫ്ലൈറ്റ് എടുത്ത് കൂടിയിരിക്കുകയാണ് പല ആളുകളും ഈ ജസ്ന സലീമിനെതിരെ. അത്തരത്തിൽ ഫ്ലൈറ്റ് എടുത്ത് കൂടാൻ മാത്രം വലിയൊരു പാതകം ചെയ്തൊരു കുട്ടിയാണോ എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടത്. അതിലും വലിയ പാതകം നടന്നുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ, അതിലും വലിയ ചെറ്റത്തരം ദുഷ്ടതകൾ നടത്തുന്ന ഈ ഭരണകൂട ഭീകരത നടമാടുന്ന ഈ നാട്ടിൽ അവരെ വെറുതെ വിടുക, അവരുടെ വഴിക്ക് അവരെ വിടുക, അവരുടെ അന്നത്തിൽ പൂഴി വാരിയിടേണ്ട നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് വിമർശനാത്മക ബുദ്ധിയോടെ തന്നെ, അതല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അവരെ വിമർശിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അവർ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവർ മാറാൻ തയ്യാറായിട്ടുണ്ട്. ആ മാറ്റത്തിന് അവർക്ക് സമയം കൊടുക്കുക. അല്ലാതെ ഈ ജിഹാദികളെ പോലെ, ഇസ്ലാമിക ഭീകരന്മാരെ പോലെ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടി നമ്മളും മിനക്കെട്ട് നമ്മുടെ സമയം കളയുമ്പോൾ അത് നഷ്ടം നമ്മൾക്ക് മാത്രമാണ് എന്ന് ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോ കഴിഞ്ഞ ദിവസം വിഷു ആയിരുന്നു, എല്ലാവർക്കും വലിയൊരു വിഷു ആശംസകൾ നേരെയാണ്. വിഷുവിന്റെ പിറ്റേന്നാണെങ്കിൽ പോലും നല്ലൊരു വർഷം, നല്ലൊരു സമ്പൽ സമൃദ്ധിയുടെ വർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇവിടെ വാശിയും വൈരാഗ്യവും അതല്ലെങ്കിൽ പ്രതികാര ബുദ്ധിയും അതല്ലെങ്കിൽ വിമർശനാത്മക ബുദ്ധിയും ഒക്കെ ജിഹാദികളോടും ഇവിടുത്തെ രാഷ്ട്രീയ നപുംസകങ്ങളോടും ഈ കേരളത്തിലെ ദൈവത്തിന്റെ നാടായിരുന്ന ഈ കേരളത്തിലെ ചെകുത്താന്റെ നാടാക്കി മാറ്റിയ ഇവിടത്തെ ഭരണകൂടത്തോടും ആവട്ടെ. നമ്മുടെ സമയം വെറുതെ അതിനായി മാറ്റം നമ്മൾ മാത്രമേ ചെലവഴിക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നെ വിമർശിക്കുന്ന ജാമിദ ടീച്ചറെ ആയാലും എന്നെ ആയാലും ഒക്കെ വിമർശിക്കുന്ന സഹോദരങ്ങളോട്, സംഘ സഹോദരങ്ങളോട് പറയാനുള്ളത്, കാര്യം മനസ്സിലാക്കൂ. നമ്മൾ കാര്യം മനസ്സിലാക്കാതെ നിങ്ങളടുത്ത് വന്നിട്ട് വെറുതെ ഒന്നും പറയാറില്ല എന്നുള്ള യാഥാർത്ഥ്യമെങ്കിലും മനസ്സിലാക്കൂ. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാവട്ടെ ഇനിയുള്ള നിങ്ങളുടെ വീഡിയോ ചെയ്യലും. വെറുതെ നമ്മൾ ജിഹാദികൾക്ക് കൈയടിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ തന്നെ മലർന്നു കിടന്ന് തുപ്പിക്കൊണ്ട് ആ തുപ്പൽ നമ്മുടെ ദേഹത്തേക്ക് ആക്കി കൊടുക്കുന്ന രീതിയിൽ സുഡാപ്പികൾക്കും ജിഹാദികൾക്കും സന്തോഷിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാൻ നമ്മൾ ഇനി ശ്രമിക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പക്ഷെ ഹിന്ദുമതം സ്വീകരിക്കാൻ പോലും അവർ തയ്യാറാണ് എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ വീണ്ടും അവരുടെ വേഷഭൂഷാദികളിൽ നിന്നും അവരുടെ വാക്കിൽ നിന്നും അവർ വലിയ അഹങ്കാരിയാണ്, ധാഷ്ട്യക്കാരിയാണ്, ധിക്കാരിയാണെന്നൊക്കെ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ അങ്ങോട്ട് പ്രഡിക്റ്റ് ചെയ്യണം. അവർ അതാണ് ഇതാണ്, മറ്റൊരാളെ പ്രഡിക്റ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇതാണ് സ്വഭാവം എന്നൊന്നും പറയാൻ നമ്മൾക്ക് അവകാശമില്ല. അതുകൊണ്ട് അവരെ അവരുടെ വഴിക്ക് വിടൂ എന്ന് വീണ്ടും പറഞ്ഞുകൊള്ളട്ടെ. വീണ്ടും വലിയൊരു വിഷു ആശംസ, ഈ ഒരു വലിയ നല്ലൊരു വർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.